പറയണം സഭയിൽ. അവരുൾപ്പെടെയാണ് ഈ ബാനർ പിടിക്കാനായിട്ട് അവരെ ഏൽപ്പിക്കാൻ കൊള്ളാവോ? ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ? ആ ഏറ്റവും പുതിയ മെമ്പർമാരെ കൊണ്ടാണോ ഈ ബാനർ പിടിപ്പിച്ചിങ്ങനെ തടസ്സം ഉണ്ടാക്കുന്നത്? സാർ അങ്ങ് കാണാത്തതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഇങ്ങനെ ഈ നിയമസഭ ചെയ്യാൻ പാടില്ല. പിന്നെ നാട്ടിലാകെ അവമാനം ഉണ്ടാവും. ഏത് തെറ്റായ വൃത്തികെട്ട കാര്യം ഉണ്ടെങ്കിലും അതിശക്തമായ നിലപാടെടുക്കുന്ന ഒരു ഗവൺമെന്റാണ് സാർ ഇവിടെ. ഒരു കള്ളന്മാരെയും സംരക്ഷിക്കാൻ സമ്മതിക്കില്ല. എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നടപടിയെടുക്കുന്നതാണ്. അതുകൊണ്ട് ഇതെല്ലാം മറച്ചു വെക്കാനും ചർച്ച ഒഴിവാക്കാനുമാണ് സാർ ചെയ്യുന്നത്. തുകവറ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് അങ്ങയുടെ ടീമിനെ അങ്ങോട്ട് വലിക്കണം പ്ലീസ്. പ്രതിപക്ഷ നേതാവിനെ പോലും കാണുന്നില്ല. അങ്ങോട്ട് ബാനർ താത്താൻ പറ പ്ലീസ്. ബാനർ അങ്ങോട്ട് താത്താൻ പറ. യെസ് പ്ലീസ്. അംഗങ്ങളൊന്നും അവിടെ ഇരിക്കണം. കേരളത്തിലെ ഏറ്റവും ഗൗരവമുള്ള വിഷയങ്ങളാണ് സഭ ചർച്ച ചെയ്യുന്നത്. ആ ചോദ്യോത്തര വേള പോലും തടസ്സപ്പെടുന്നത് ശരിയായ രീതിയല്ല. ഇതൊരു മാന്യമായ രീതിയല്ല. ബഹുമാനപ്പെട്ട അങ്ങോട്ട് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ സഭ ചോദ്യോത്തരങ്ങൾ അനുവദിക്കണം പ്ലീസ്. ഇതൊരു അനാദരവാണ്. കേരളത്തിലെ ജനങ്ങളുള്ള അനാദരവാണ്. ശ്രീ പി കെ ബഷീർ ഒന്ന് പറ. അങ്ങ് സീനിയർ അംഗല്ലേ, ഒന്ന് പറ. അങ്ങ് വളരെ സീനിയർ അംഗല്ലേ. യെസ്, ചോദ്യോത്തര വേള തടസ്സപ്പെടുന്ന രീതി സഭാ നടപടികളുടെ അനാദരവാണ്. അംഗങ്ങൾ സഹകരിക്കണം അഭ്യർത്ഥിക്കുകയാണ്. യെസ്, ചോദ്യോത്തര വേളയുടെ അവശേഷിക്കുന്ന ഭാഗം റദ്ദ് ചെയ്യുന്നു. സഭാ നടപടികൾ അല്പസമയത്തേക്ക് നിർത്തിവെക്കുന്നു.